ക്രിക്കറ്റ് ആയിരുന്നു ഈ മനുഷ്യന്റെ എല്ലാം. അവന്റെ അച്ഛൻ മരിച്ച ദിവസവും ഇടയ്ക്കിടെ പോയി ഇന്ത്യയുടെ കളി കാണുന്നുണ്ടായിരുന്നു. ആ ടൈമൊന്നും കരയാത്തവൻ ഇന്ത്യ മാച്ച് തോറ്റപ്പോൾ പൊട്ടിക്കരയുന്നു. ഇതവന്റെ പുത്രിയെ കൂടി കരയിപ്പിച്ചു. അന്നവൾ ഒരു വലിയ ഇന്ത്യൻ പ്ലെയറായി അച്ഛനെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം PT മാഷോട് അവൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞെങ്കിലും കൂടെ കളിക്കാൻ ഒരു പെൺകുട്ടി പോലും ഇല്ലാത്തത് കൊണ്ട് കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ അവൾ തോറ്റുകൊടുത്തില്ല. ചേട്ടന്മാർ കളിക്കുന്നതും മറ്റും നോക്കി പല ബൗളിംഗ് ആക്ഷനും അവൾ പഠിക്കുന്നു. അതുപോലെ അവർ അവൾക്ക് നല്ല സപ്പോർട്ടും നൽകിയിരുന്നു. പിന്നീട് കൂടെ കളിക്കാനും കൂട്ടി. അവൾ കളിക്കാൻ പോകുന്നത് അവളുടെ അമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ അതൊക്കെ മറികടന്ന് അവൾ കളിക്കാൻ പോകുന്നു. മുരളിക്ക് കൗസല്യയെ വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ അവനത് തുറന്നു പറഞ്ഞില്ല. അവൾക്ക് എന്തിനും ഏതിനും സപ്പോർട്ടിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ നാട്ടിലെ ഒരു ടൂർണമെന്റിന് ആണുങ്ങളുടെ കൂടെ കൗസല്യയും കളിക്കുന്നുണ്ട്. നന്നായി കളിക്കുന്ന അവളെ എതിർ ടീം മോശം വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ട് മുരളി പോയി അടിക്കുന്നു. ശേഷം മൊത്തം അടിയും പിടിയുമായി പോലീസ് കേസാവുന്നു. അതിനുശേഷം ചെന്നൈയിലുള്ള ക്രിക്കറ്റ് സെലക്ഷന് അവൾ പോകുന്നു. നന്നായി ബൗൾ ചെയ്തെങ്കിലും കൃത്യമായ പ്രാക്ടീസ് ലഭിക്കാത്തത് കൊണ്ട് അവളെ അവർ റിജക്ട് ചെയ്യുന്നു. അതിനുശേഷം അവൾ കഠിനമായി പ്രാക്ടീസ് ചെയ്യുന്നു. അവളുടെ കഴിവ് കണ്ട് അവളുടെ അമ്മയും ഇപ്പോൾ ഫുൾ സപ്പോർട്ട് ആയിരുന്നു. അതിന്റെ പ്രതിഫലമായി അവൾ ഇന്ത്യൻ സെലക്ഷൻ ബോർഡിൽ എത്തുന്നു. അവിടുത്തെ ഹിന്ദിക്കാരിയായ കോച്ചും അതുപോലെ സീനിയേഴ്സിന്റെ റാഗിങ്ങും അവളെ നല്ല രീതിക്ക് ബാധിച്ചു. അവൾക്ക് തന്റെ കഴിവെടുക്കാൻ പറ്റാത്ത അവസ്ഥ. ആ സമയമായിരുന്നു പുതിയ കോച്ചായ നെൽസനെ നിയമിച്ചത്. അവൻ ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു. അവന്റെ വരവ് കൊണ്ടായിരുന്നു കൗസല്യയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. അവൻ അവളുടെ കഴിവ് മനസ്സിലാക്കി അവളെ ഇന്ത്യൻ ടീമിലെടുക്കുന്നു. അവളെയും മറ്റു ചിലരെയും സെലക്ട് ആക്കിയതിൽ പ്രശ്നമുണ്ടായെങ്കിലും നെൽസൺ അത് സോൾവ് ചെയ്യുന്നു. അങ്ങനെ ഫൈനലിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടത്തിൽ മുത്തമിടുന്നു. കൗസല്യ ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച്.